അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം എൻ്റെ FBയിൽ ഞാനൊരു ജുമഅയുടെ ചിത്രം പങ്കുവച്ചിരുന്നു. ജുമഅ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നേതൃത്വം നൽകിയതിന് ശേഷം പള്ളിയിൽ വെച്ച് ഒരു സുഹൃത്തെടുത്ത ചിത്രമാണ് FBയിൽ ഞാൻ പങ്കുവച്ചത്. ആ ചിത്രത്തിൽ അറബ് രാജ്യങ്ങളിൽ ഇമാമിയങ്ങൾ ധരിക്കുന്ന ബിഷ്ത് എന്ന് പറയുന്ന ഒരു ഓവർകോട്ട് ധരിച്ച ഒരു ചിത്രമായിരുന്നു. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഇമാമിയങ്ങൾ അത്തരം വസ്ത്രങ്ങൾ ധരിക്കലൊക്കെ സർവ്വസാധാരണമാണ്. ആ ചിത്രത്തിൻ്റെ താഴെ ഒരു സുഹൃത്ത് ഒരു സംശയം ചോദിച്ചത് ഇങ്ങനെയാണ്: ഇത്തരം വസ്ത്രങ്ങൾ മുൻകാലത്തെ ഇമാമിയങ്ങൾ ധരിച്ചതായി ഞങ്ങൾ കണ്ടിട്ടില്ല. മിതമായ വസ്ത്രം ധരിക്കുക, മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ ഔറത്ത് മറയുന്ന വസ്ത്രം കൊണ്ട് തന്നെ ഔറത്ത് ശരിയാകുമല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകൾ വളരെ വ്യക്തമായി തന്നെ ജുമുഅയുടെ ബാബിൽ ഒരു ഇമാം എങ്ങനെയാണ് ജുമുഅയ്ക്ക് വേണ്ടി കയറേണ്ടത് എന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വസ്ത്രധാരണം. ഏറ്റവും നല്ല വസ്ത്രങ്ങളും തലപ്പാവ് ധരിച്ചും തലപ്പാവിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഷാൾ പോലത്തെ വസ്ത്രം ധരിക്കുവാനും അതുപോലെ തന്നെ ഭംഗിയുടെ മറ്റ് മേൽവസ്ത്രങ്ങൾ ധരിക്കുവാനുമൊക്കെ നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകളിൽ ജുമുഅയുടെ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം ഇമാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകണം. ആളുകളൊക്കെയും ജുമുഅയ്ക്ക് വേണ്ടി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ടാണ് ഇമാം വരേണ്ടത്. പലപ്പോഴും പല പള്ളികളിലുമുള്ളൊരു പരാതിയാണ്, ആളുകളൊക്കെ നേരത്തെ പള്ളിയിൽ വരും, ഉസ്താദ് താമസിച്ചാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇമാം ജുമുഅയ്ക്ക് വേണ്ടി വരുന്നത് ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. ഇമാം വന്ന് തൻ്റെ ഖുതുബയും നിസ്കാരവും ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വേഷത്തിലും ഭാവത്തിലുമാണ് നിർവഹിക്കേണ്ടത്. ഇത് ഫിഖഹിൻ്റെ വളരെ പ്രധാനപ്പെട്ട ബാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുൻകാലത്തെ ഇമാമിയങ്ങൾ അവരുടെ ദാരിദ്ര്യത്തിൻ്റെയോ മറ്റോ കാരണത്താൽ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചില്ല എന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഫിഖഹ് പറഞ്ഞ വസ്ത്രങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെയും. ഒരു സംശയത്തിന് നിവാരണം വരുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്രയും സംസാരിച്ചത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.